സാമൂഹിക സാംസ്കാരിക സാന്ത്വന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ട്രയാങ്കിൾ സംഘടനയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. ഓഗസ്റ്റ് 1-ന് ആലുവ അന്നപൂർണ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണം നടന്നത്. യോഗത്തിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ട്രയാങ്കിൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ മായൻകുട്ടി എല്ലാ ജില്ലകളിലും ഓരോ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. നമുക്കൊരു സ്റ്റേറ്റ് വൈഡായിട്ട് ഇത് ചെയ്യാൻ കാരണം നമുക്ക് മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടു നിന്നൊക്കെ നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. അപ്പം എല്ലാ സമയത്തും അവരിങ്ങോട്ട് വരുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അവിടെ ട്രയാങ്കിളിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ആ ഭാഗത്തൊക്കെ അവിടെ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലും ഒന്ന് പരീക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ എറണാകുളം ജില്ലയുടെ രൂപീകരണ യോഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക സംഘടനകളൊക്കെ ഒരുപാടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയാണ് ട്രയാങ്കിൾ. രാഷ്ട്രീയത്തിനും ജാതിമത വ്യത്യാസങ്ങൾക്കും അതീതമായി ജനനന്മ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും സംഘടന വരും ദിവസങ്ങളിൽ കാഴ്ചവെക്കുക എന്നും അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ട്രയാങ്കിൾ സംസ്ഥാന സെക്രട്ടറി ശ്രീ കല്ലറ മോഹൻദാസ് കളമശ്ശേരിയിലെ രൂക്ഷമായ ഗതാഗത തടസ്സത്തെക്കുറിച്ചും ജനങ്ങൾ ദിനംപ്രതി അനുഭവിക്കുന്ന യാത്രാ ദുരിതങ്ങളെക്കുറിച്ചും ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു. കളമശ്ശേരിയിലെ ഗതാഗത തടസ്സം വലിയ പ്രശ്നമാണ്. പാലത്തിലൂടെ ഒരാളിന് അപ്പുറത്ത് പോകാൻ പറ്റാത്ത ജീവനം പണയം വെച്ച് വേണം. പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ട്രയാങ്കിളും കളമശ്ശേരി പൗരസമിതിയും സംയുക്തമായി ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണെന്നും വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി ശ്രീ കല്ലറ മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘടനയുടെ ചെയർമാൻ ശ്രീ NA മുഹമ്മദ് കുട്ടി ജില്ലാ കമ്മിറ്റി രൂപീകരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഒരു സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും അതെങ്ങനെ വേണമെന്നുള്ളത് വേണമല്ലോ. അപ്പോൾ അതിൽ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് രാഷ്ട്രീയം നമുക്കൊക്കെ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നാടിൻ്റെ വികസനത്തിന്, നാട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേരളമാണ്, മൊത്തത്തിൽ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് എല്ലാവരെയും ഒത്തുകൂടി ചേർത്തുകൊണ്ട്, അത് രാഷ്ട്രീയ പാർട്ടികളുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കാം, വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അവരൊക്കെ കൂട്ടിക്കൊണ്ട് എങ്ങനെ നമുക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചിന്ത. തുടർന്ന് നടന്ന ചടങ്ങിൽ ട്രയാങ്കിൾ എന്ന സംഘടനയുടെ പേരിന് പിന്നിലെ ആശയവും ലക്ഷ്യങ്ങളും ചെയർമാൻ ശ്രീ NA മുഹമ്മദ് കുട്ടി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, അതിന് 3 ആംഗിൾ ഉണ്ട്. അപ്പോൾ ഒന്ന് ജനാധിപത്യം, ഒന്ന് മതേതരത്വം, ഒന്ന് ഫെഡറലിസം. ഈ 3 കൂടിയിട്ടാണ് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറം വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളുണ്ടായിരിക്കാം, അവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ കേരളത്തിൻ്റെ ഭാവിയെ എങ്ങനെ നമുക്ക് നന്നാക്കി അതിനുള്ള കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് ട്രയാങ്കിളിൻ്റെ മുഖ്യമായിട്ടുള്ളത്. ഇതോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ട്രയാങ്കിൾ വികസിപ്പിച്ചെടുത്ത പുതിയ ഓൺലൈൻ ഗെയിമിനെ കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ വെച്ച് APJ അബ്ദുൽ കലാം ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ചെയർമാൻ NA മുഹമ്മദ് കുട്ടിയെ ഡൊമിനിക് കാവുങ്കൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളായ മായൻകുട്ടി, ഡൊമിനിക് കാവുങ്കൽ, വാഹിദ നിസാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘടനയുടെ വരും കാല പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ യോഗത്തിൽ തിരഞ്ഞെടുത്തു. ജില്ലാ ചെയർമാനായി ശ്രീ ഡൊമിനിക് കാവുങ്കലിനെയും വൈസ് ചെയർമാൻമാരായി ശ്രീ B ബാബുരാജ്, ശ്രീ നജീബ് ഇലഞ്ഞിക്കൈ എന്നിവരെയും തിരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി ശ്രീ PS അബ്ദുൾ സത്താറിനെയും സെക്രട്ടറിമാരായി ശ്രീമതി വാഹിദ നിസാർ, ശ്രീ MS ഉണ്ണി എന്നിവരെയും ഖജാൻജിയായി ശ്രീ ഹുസൈൻ കുന്നുകരെയുമാണ് തിരഞ്ഞെടുത്തത്. ഇവർക്കൊപ്പം 15 അംഗ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് ട്രയാങ്കിൾ.